ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കതെന്താ ഗോൾഡ് അതുപോലെയുള്ള ബാക്കിയുള്ള ഒരു കുറച്ച് കറൻസി പെയറിലെ മെയിൻ ലിക്വിഡിറ്റി ഏരിയ ഏതൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഒരു 4 ഹവറിലെ ലിക്വിഡിറ്റി ഇവിടെ നിന്ന് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഒന്ന് ബൈയിങ്ങിലേക്ക് പുഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 50 മില്ലിലെ ട്രെൻഡും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. 50 മില്ലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവൽസിലെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന എല്ലാ ലെവൽസും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തതും കാണാൻ പറ്റും. ഫസ്റ്റത്തെ ബൈയിങ് സോണ്, പിന്നെ സെല്ല് വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഈ ഒരു ലിക്വിഡിറ്റി. ഓക്കെ അല്ലേ. ഇതും പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി നമുക്ക് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നെല്ലാം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല നല്ല ട്രേഡുകളും വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതിന് ശേഷം ഇന്നത്തെ ദിവസത്തേക്ക് നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റി ഏരിയ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഓക്കെ അല്ലേ. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു BOS കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത് ഇതാണ്. ഓക്കെ അല്ലേ. ഇതാണ് 50 മില്ലിലെ പുതിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കുള്ള ട്രെൻഡ് തന്നെയാണ് ഇവിടെ കാണാനായിട്ടും പറ്റുന്നത്. അപ്പോൾ അതിനകത്തേക്കുള്ളൊരു കുറച്ച് ലിക്വിഡിറ്റി ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ സെല്ല് വരുന്നൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ. ഒരു മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു ഓർഡർ ബ്ലോക്ക് ചെയ്താണ് ഇപ്പോൾ കറക്റ്റായിട്ടൊരു സെല്ല് വരുന്നത് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രീമിയത്തിലും കുറച്ച് 1-2 സെല്ലിംഗ് സോൺ കാണാനായിട്ട് പറ്റും. ഇതൊരു സെല്ലിംഗ് സോണാണ്. അതുപോലെ തന്നെ ഇതൊരു മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു സെല്ലിംഗ് സോണാണ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ എന്താണ് ഇവിടെ നിന്നും ഒരു സെല്ലിംഗ് സോൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ 2 സെല്ലിംഗ് സോൺ ഉണ്ട്. ഓക്കെ അല്ലേ. ഇതൊരു സെല്ലിംഗ് സോണായിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ഇതും ഏറ്റവും പ്രീമിയത്തിൽ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ലെവൽസ് നമുക്ക് ഇന്നത്തെ ദിവസം ഗോൾഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 4 ഹവറിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്കാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ BOS നമുക്ക് 4 ഹവറിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതൊന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് 4 ഹവറിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ബൈയിലേക്ക് പുഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ചോയ്സ് ആയിട്ടും നമുക്കിത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇനി 50 മില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് എന്താണ് 50 മില്ലിൽ ഓവർ ടൈം ഫ്രെയിമിൽ മേജർ ട്രെൻഡ് സെല്ലിലേക്ക് ആയതുകൊണ്ട് ഓക്കെ അല്ലേ. ഇപ്പോൾ ഗോൾഡിലെ 50 മില്ലിൽ മേജർ ട്രെൻഡ് സെല്ലിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയത്തിൽ സെല്ലിംഗ് സോണിൽ നിന്ന് ഏതിനകത്ത് നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ 4 ഹവറിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് ബൈയിലേക്ക് നോക്കണമെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് ഈ 50 മില്ലിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്താൽ പിന്നെ അഗ്രസീവായിട്ട് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇന്നത്തെ സാധ്യതകളെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്താണ് സെല്ലിലേക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ ഫസ്റ്റത്തെ സെല്ലിംഗ് സോണ് അതുപോലെ രണ്ടാമത്തെ സെല്ലിംഗ് സോൺ ഈ പ്രീമിയത്തിൽ സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് സെല്ലിലേക്ക് തന്നെ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ എന്താണ് നമുക്ക് ബൈയിലേക്ക് അഗ്രസീവായിട്ട് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് ബൈയിലേക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്നും ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റില്ല. ഇനി ഒന്ന് ലോവറിലേക്ക് ഇറങ്ങി നോക്കാം. ട്രെയിനുള്ള കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ അല്ലേ. ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ 50%ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. മാർക്കറ്റ് ഈ ഒരു സെല്ലിംഗ് സോണിൽ നിന്ന് ഇപ്പോൾ എന്താണ് പ്രൈസ് വന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 50%ലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ സാധ്യതകളുണ്ട്. പിന്നെ ഇത് 50 മില്യൺ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ബൈയേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ പ്രൈസ് മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റുള്ള സാധ്യത എന്ന് പറയുന്നത് 50 മില്യൺ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ. 1 മില്യണിൽ പുതിയൊരു ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഇതിനകത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ സാധ്യതകൾ കുറവായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു എൻട്രി ഗോൾഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 ഹവറിൽ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ലോയിലാണെങ്കിൽ ബൈയേഴ്സ് ഇപ്പോൾ ഡിസ്കൗണ്ട് ഏരിയ ബൈയേഴ്സ് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പ്രീമിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ട്രേഡ് കിട്ടില്ല എന്നാണ് പിന്നെ ഈ സെല്ലിംഗ് സോണിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. ഇതിന് ശേഷം പിന്നെ മൈനർ ട്രെൻഡ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ട്രേഡുകൾ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇന്നലത്തെ ദിവസത്തെ പോലെ നോക്കിയാൽ മതി. ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. ഇതിന് ശേഷം കിട്ടിയ മൈനർ ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ഇവിടുന്ന് മൈനർ ട്രെൻഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെ സെല്ലിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഗോൾഡിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ബാക്കി ഇതുപോലുള്ളൊരു കുറച്ച് കറൻസി പെയറിലെ മെയിൻ ലിക്വിഡിറ്റി ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് യൂറോ USD നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ യൂറോ USDയിൽ എത്ര അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈലി ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് പ്രൈസ് അത്രയും താഴെ വന്നതെന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ ഹൈലി ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ബൈ നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ലോയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് 30 മിനിറ്റിൽ കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ
നമുക്ക് ഇവിടെ നിന്ന് ബൈ നോക്കാം കേട്ടോ. ഈ ഒരു ഏരിയ അത്യാവശ്യം സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ യൂറോ USDയിൽ ഇതിന് താഴേക്ക് ഒരു 30 മിനിറ്റിലെ ക്യാൻഡിൽ വന്നിട്ട് കറക്റ്റായിട്ട് അതിന് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അത്യാവശ്യം സാധ്യതയുള്ളൊരു ലിക്വിഡിറ്റിയാണ്. പിന്നെ സെല്ലിലേക്ക് നോക്കണമെന്നാണെങ്കിൽ ഇത് നമുക്ക് ഹൈയിലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിന് ശേഷം പ്രൈസ് ഇവിടുന്ന് പ്രൈസ് എന്താണ് മുകളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി സെല്ലും നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സാധ്യതയാണ് യൂറോ USDയിലുള്ളത് അടുത്തടുത്തുള്ള ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് യൂറോ JPY നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ലോയിൽ ബൈയിലേക്ക് നോക്കാൻ പറ്റിയൊരു ലിക്വിഡിറ്റി ഏരിയ ഇതാണ്. അതുപോലെ സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ, ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം സെല്ലിലേക്ക്. അതുപോലെ ബൈയിലേക്ക് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി നമുക്ക് ഇതും മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, ഓരോന്നിൻ്റെ സൈഡിലൂടെ കറക്റ്റായിട്ട് പ്രൈസ് ഉണ്ട്. ഓക്കെ അല്ലേ, ആ ലൈനിൽ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് കാണാനായിട്ട് പറ്റും ഏതൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് കേട്ടോ. ഓക്കെ അല്ലേ, ഇതാണ് അടുത്തടുത്തുള്ള ലിക്വിഡിറ്റി. പിന്നെ ഇതിന് മുകളിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു മേജർ ഹൈലേക്ക് എടുക്കുമ്പോഴും സെല്ല് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള ലിക്വിഡിറ്റി ഫസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ യൂറോ JPY കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇനി ഇന്നത്തെ ദിവസം നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലോ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, ഇൻസൈഡ് ബാറാണ്. അപ്പോൾ ഇതിൻ്റെ ലോയിനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. അതുപോലെ തന്നെ പിന്നെ ഹൈയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റുമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഈ ലോയിനേക്കാളും കുറച്ചും കൂടെ സാധ്യത ഈ ഒരു ഹൈയിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സെല്ല് വരാനാണ് കേട്ടോ. ഓക്കെ അല്ല, അപ്പോൾ ഇത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ യൂറോ AUDൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മുകളിലാണ്. ഓക്കെ അല്ല, നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടും പറ്റില്ല. നമുക്കിനി ഇന്നത്തെ ദിവസത്തേക്ക് സാധ്യതകൾ അത് കാണുന്നില്ല കേട്ടോ. ലോയിലേക്ക് വരണം എന്നാലേ സാധ്യതയുള്ളൂ. യൂറോ CADൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റിയൊരു ലിക്വിഡിറ്റി ആയിട്ട് ഇതെടുക്കാം. അത്യാവശ്യം സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെല്ല് നോക്കാനായിട്ട് ഈ ഒരു ഹൈയും എടുക്കാം കേട്ടോ. ഈ ഹൈനേക്കാളും കുറച്ചും കൂടെ സാധ്യത ഈ ലോയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലാണ്. ഓക്കെ അല്ലേ, ഈ ലോയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ, പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള കുറച്ചും കൂടെ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് യൂറോ NSTൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പിന്നെ അടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിലൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ ഹൈലോട്ട് പ്രൈസ് വരണം. ഓക്കെ അല്ലേ, ഇതൊരു ലിക്വിഡിറ്റി. അതുപോലെ തന്നെ ഇത് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ സാധ്യത അടുത്തടുത്തായതുകൊണ്ട് ഈ ഹൈ നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ലോയിലേക്ക് പിന്നെ ബൈയിലേക്ക് നോക്കണമെങ്കിൽ പ്രൈസ് താഴോട്ട് ഒരുപാട് വരണം. അപ്പം അത് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി അതുപോലെ തന്നെ GBP/USDൻ്റെ കാര്യത്തിലേക്കാണെങ്കിൽ ലോയിലോട്ട് വരണം. ഓക്കെ അല്ലേ, ഒന്നെങ്കിൽ ഈ ലോയിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കണം, എന്നാലേ സാധ്യതയുള്ളൂ. അതുപോലെ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം, ബാക്കിയുള്ള പേരുകൾ കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ അല്ലേ, അതുപോലെ JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മേജർ ഹൈയും. ഓക്കെ അല്ലേ, പിന്നീട് നോക്കുകയാണെങ്കിൽ GBP കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലോ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, അടുത്തടുത്തുള്ള ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഒന്ന് ഈ ലോ മാർക്ക് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ല, പിന്നെ ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയാണ്. പിന്നെ കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത്. 30 മിനിറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓക്കെ അല്ലേ, കുഴപ്പമില്ല. എന്നാലും അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണ്ട. നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്ന് സെല്ല് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആവുന്നില്ല. അതുപോലെ GBP/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു, നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറിയൊരു സെല്ല് വന്നു, എന്നാലും അത്രത്തോളം ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ. ഓക്കെ അല്ലേ, പിന്നെയും പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിന് മുകളിൽ തന്നെയാണ്. ഇത്രയും ടൈം എടുത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ, പ്രൈസ് ഇവിടെ നിന്ന് ഒരുപാട് ടച്ച് ചെയ്ത് ആ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത്രത്തോളം ഒരു നല്ലൊരു എൻട്രി ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അത് നോക്കണമെന്നില്ല. ഇതിന് ശേഷം നമുക്ക് GBP NST അല്ല AUD/USD നോക്കാം. AUDയിൽ കുഴപ്പമില്ലാത്തൊരു ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരണം, എന്നാലും നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. AUD/USDയിൽ AUD JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സാധ്യതയില്ല. അതുപോലെ തന്നെ സാധ്യതയില്ല. AUD NST ഇത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ല് കാണിച്ചു, പിന്നെയും ഹൈലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. സ്ട്രോങ് ആയിട്ടുള്ള സെൽ ക്യാനിലാണ്. ബൈയിങ് നോക്കുകയാണെങ്കിൽ കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് സെല്ല് നോക്കാം. കുറച്ചും കൂടെ ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ, AUD NSTയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഹൈയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടണം, നമുക്ക് സെല്ല് നോക്കാം കേട്ടോ. അതുപോലെ NST/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഈ ലോയാണ്. ഓക്കെ അല്ലേ, ഈ ഒരു ലോയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലോയും നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് ഭാഗം നോക്കി വെക്കാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല ട്രേഡുകൾ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം RR കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ, ഒന്ന് ലോവറിലേക്ക് കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ അല്ലേ, പ്രൈസ് ഫസ്റ്റ് ഒന്ന് അവിടെ വന്ന് ഏകദേശം ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അത്രയും മുകളിലോട്ട് പോയതാണ്. ഓക്കെ അല്ലേ, നമുക്കതൊന്ന് കറക്റ്റായിട്ട് നോക്കിയേക്കാം.
ഓക്കെ അല്ല, പ്രൈസ് അതിനകത്തേക്ക് വന്ന് ഏകദേശം ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ അല്ല, ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിയിൽ ഇവിടെ നിന്ന് ഇതേ ക്യാനിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബൈയിങ് ക്യാനിൽ ഇതിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി നോക്കാം കേട്ടോ. ഇതിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലിമിറ്റിലിട്ടിട്ട് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ല, അത്യാവശ്യം സാധ്യത NST USDയിലുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഫെയിൽ ആകുവാണെന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോയിൽ ലിക്വിഡിറ്റി നോക്കാം കേട്ടോ. ഇത് രണ്ടിൽ എന്തായാലും ഒരു റിവേഴ്സലിൻ്റെ സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ അല്ല, അതുപോലെ തന്നെ NST ക്യാഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്രത്തോളം ലിക്വിഡിറ്റി ഇല്ല. പിന്നെ USD ഇതിലാ ലിക്വിഡിറ്റി വന്നെടുത്തിട്ടുണ്ടല്ലേ. NST JPYയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. നോക്കാം. ലോവറിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. SL ഹിറ്റ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ അല്ലേ, ഇത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു എൻട്രി എന്ന് പറയാമായിരുന്നു. ഓക്കെ അല്ലേ, ലിക്വിഡിറ്റിയെ കളക്ട് ചെയ്തിട്ടാണ് പോയത്. ഇവിടെ നിന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് ക്യാൻ ഇതിന് മുകളിൽ 1 or 2 ക്യാൻ തന്നെ കിട്ടുവാണെങ്കിൽ പിന്നെ ഒരു എൻട്രിയും കൂടെ നോക്കാം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ലിക്വിഡിറ്റി ആണിത്. ഓക്കെ ആയിരുന്നല്ലേ. പിന്നീട് ഇനി അടുത്തൊരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കുറേ താഴെയാണ്, അത്രത്തോളം വരാൻ സാധ്യതയില്ല. പിന്നെ USD JPYയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ലിക്വിഡിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ അല്ലേ, ഈ ഒരു ഡെയിലി ലിക്വിഡിറ്റി ഒന്ന് CP ആണ് നമുക്ക് പിന്നെ ഇവിടുന്ന് സെല്ല് നോക്കാം കേട്ടോ. ഇത്രയും സാധ്യതയാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിയുള്ള പെയറിലൊന്നും അത്രത്തോളം ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇത്രയും പെയറുകൾ നോക്കാം. പിന്നെ ഗോൾഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 50 മിനിറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അന്നേരം അപ്പോൾ ഇത്രയും ലെവൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനായിട്ടിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.